السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽ അൽ ഖവി, അൽ മതീൻ എന്നീ രണ്ട് പേരുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നത്. അൽ ഖവി, അൽ മതീൻ എന്നീ റബ്ബിൻ്റെ രണ്ട് പേരുകൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ശക്തിയെ സൂചിപ്പിക്കുന്ന, ആ വിശേഷണം അറിയിക്കുന്ന പേരുകളാണ്. അൽ ഖവി എന്ന റബ്ബിൻ്റെ പേരിൽ ഖുവത്ത് എന്ന സിഫത്താണുള്ളത്. അൽ മതീൻ എന്ന റബ്ബിൻ്റെ പേരിൽ അൽ മതാന എന്ന സിഫത്താണുള്ളത്. അൽ ഖവി എന്ന അള്ളാഹുവിൻ്റെ പേര് ഖുർആനിൽ പലയിടങ്ങളിൽ പല ആയത്തുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ അൽ മതീൻ എന്ന റബ്ബിൻ്റെ പേര് ഖുർആനിൽ ഒരൊറ്റയിടത്താണ് വന്നിട്ടുള്ളത്. സൂറത്തു ദാരിയാത്തിലെ അവസാന ഭാഗത്ത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹു അൽ മതീനാണ്, അവൻ മതാനത്തുള്ളവനാണ്, അങ്ങേയറ്റത്തെ ബലവും ശക്തിയുമുള്ളവനാണ്. ഈ ഒരൊറ്റ ആയത്തിലാണ് അൽ മതീൻ എന്ന അള്ളാഹുവിൻ്റെ പേര് വന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പേരുകളിലൊന്നാണ് അൽ ഖദീർ എന്നത്. അവൻ കഴിവുള്ളവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ ഖുദ്റത്തിൻ്റെ പൂർണ്ണതയാണ് യഥാർത്ഥത്തിൽ ഖുവ്വത്ത്. ഖുദ്റത്തിൻ്റെ കഴിവിൻ്റെ പൂർണ്ണതയാണ് ഖുവ്വ. അൽ ഖുവ്വതു കമാലുൽ ഖുദ്റ, അൽ ഖുവ്വതു കമാലുൽ ഖുദ്റ എന്ന് പറയും. ഖുദ്റത്തിൻ്റെ പൂർണ്ണതയാണ് ഖുവ്വത്ത്, ശക്തി എന്നത്. നോക്കൂ, അള്ളാഹുവിന് ഈ മൂന്ന് സിഫത്തുകൾ ഖുർആനിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അൽ ഖുദ്റ, വൽ ഖുവ്വ, വൽ മതാന. ഈ മൂന്ന് പേരുകൾ അറിയിക്കുന്ന, ഈ മൂന്ന് വിശേഷണങ്ങൾ അറിയിക്കുന്ന പേരുകൾ റബ്ബിനുണ്ട്. ഖുദ്റത്ത് എന്ന സിഫത്ത് അറിയിക്കുന്ന പേരാണിത് ഖദീർ. ഖുവ്വത്ത്, ശക്തി എന്ന വിശേഷണം അറിയിക്കുന്ന പേരാണ് അൽ ഖവി. അൽ മതാന എന്ന വിശേഷണം അറിയിക്കുന്ന പേരാണ് അൽ മതീൻ എന്നത്. ഈ വിശേഷണങ്ങൾ, ഈ പേരുകൾ, അതിൽ ചിലത് അർത്ഥത്തിൽ മറ്റു ചിലതിനേക്കാൾ വ്യാപ്തിയുള്ളതാണ്, അതിൻ്റെ അപ്പുറത്തുള്ളതാണ്. അള്ളാഹുവിൻ്റെ പേരുകളിൽ ആ പേരുകൾ, രണ്ട് പേരുകൾ എല്ലാ അർത്ഥത്തിലും പര്യായമാവുക എന്നതുണ്ടാവുകയില്ല. രണ്ട് പേരുകൾ എല്ലാ നിലക്കും ഒരേ അർത്ഥമാണ് എന്നതൊരിക്കലും ഉണ്ടാവുകയില്ല. എന്നാൽ മുതഖാരിബായ, അടുത്തടുത്ത അർത്ഥങ്ങളുള്ള പേരുകൾ റബ്ബിന് ഉണ്ട്. അതിൽ ആശയങ്ങൾ അടുത്തടുത്ത ആശയങ്ങളാണ്, സമീപസ്ഥമായ ആശയങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ഖുദ്റത്ത് എന്നത്, കഴിവ് എന്നത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അജ്സ് അള്ളാഹുവിന് ഒരിക്കലും ഇല്ല എന്നാണ്. കഴിവുകേട് അള്ളാഹുവിന് ഒരു നിലക്കുമില്ല. മറിച്ച് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതിൽ നിന്ന് യാതൊന്നും ഒഴിവല്ല, ഒന്നും ഒഴിവില്ല. അതേസമയം അള്ളാഹു പ്രവർത്തിക്കുക അവൻ ഉദ്ദേശിച്ചത് മാത്രമാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഖുദ്റത്ത് എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം, അത് അള്ളാഹുവിൻ്റെ മശീഅത്ത്, ഉദ്ദേശവുമായി ബന്ധപ്പെട്ടതല്ല. മനസ്സിലാക്കണം. ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ കഴിവ് എന്നത് അള്ളാഹുവിൻ്റെ മശീഅത്തുമായി, ഉദ്ദേശവുമായി ബന്ധപ്പെട്ടത് അല്ല. മറിച്ച് അവരെല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്നാൽ അവൻ ഉദ്ദേശിച്ചത് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുകയുള്ളൂ. ഈ ഖുദ്റത്തിൻ്റെ, കഴിവിൻ്റെ പൂർണ്ണതയാണ്, അതിൻ്റെ കമാലാണ് ഖുവ്വത്ത്, ശക്തി എന്നത്.
അതുപോലെ മറ്റാനത്ത് എന്ന വിശേഷണം, മറ്റീൻ എന്ന റബ്ബിൻ്റെ പേരിൽ എന്താണുള്ളത്? ഭാഷയിൽ മറ്റാനത്തിൻ്റെ അർത്ഥം, മറ്റീൻ എന്ന് പറഞ്ഞ ഒരു കാര്യം മറ്റീനാണെന്ന് പറഞ്ഞാൽ, ഭാഷയിൽ അർത്ഥമാണ് ഞാൻ പറയുന്നത്, ഒരു കാര്യം മറ്റീനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കാര്യത്തിൽ, ആ വസ്തുവിൽ എന്തുണ്ട്? സലാബത്തുണ്ട്, അതിൽ കരുത്തുണ്ട്, ഉറപ്പുണ്ട്. അതുപോലെ അൽ ഇർതിഫാ, അത് ഉയർന്നു നിൽക്കുന്നതാണ്. ഇപ്പം ഭൂമിയിൽ ഒരു കാര്യം അത് മറ്റീനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ സലാബത്തുണ്ട്, അഥവാ അത് ഉറപ്പുള്ളതാണ്. വലൈക്കും സലാം. അതുപോലെ അത് ഉയർന്നു നിൽക്കുന്നതാണ്. അപ്പോൾ നോക്കൂ, മറ്റീൻ എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് ഖുവ്വത്തിൻ്റെ അങ്ങേയറ്റമാണ്, ശക്തിയുടെ അങ്ങേയറ്റം. ഇതിനപ്പുറത്തിന് ഒരു ശക്തിയില്ല. അപ്പോൾ നോക്ക്, ഖുദ്റത്ത് അതിൻ്റെ പൂർണ്ണതയാണ് ഖുവ്വത്ത്. ഖുവ്വത്തിൻ്റെ പൂർണ്ണതയാണ് എന്ത്? മറ്റാനത്ത് എന്ന് പറയുന്നത്. ഈ പേരുകളെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ശക്തിയും ബലവും അറിയിക്കുന്ന പേരുകളാണ്. എന്നാൽ സൂക്ഷ്മമായ ചില അർത്ഥവ്യത്യാസങ്ങൾ ആ പേരുകൾക്കിടയിലുണ്ട്. സൂക്ഷ്മമായ ചില അർത്ഥവ്യത്യാസങ്ങൾ അതിനിടയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ പേരുകൾ, അത് രണ്ട് പേരുകൾ എല്ലാ അർത്ഥത്തിലും, എല്ലാ നിലക്കും ഒരേ അർത്ഥം രണ്ട് പേരിന് വരികയില്ല. എന്നാൽ അടുത്തടുത്ത അർത്ഥങ്ങൾ അതിന് ഉണ്ടാകും. ഖവി എന്ന പേര്, അള്ളാഹുവിൻ്റെ പേരറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ ശക്തിയാണ്, അത് അവൻ്റെ കഴിവിൻ്റെ പൂർണ്ണതയാണ്, ഖുദ്റത്തിൻ്റെ പൂർണ്ണതയാണ് ഖുവ്വത്ത് എന്ന് പറയുന്നത്. മറ്റീൻ എന്ന അള്ളാഹുവിൻ്റെ പേരറിയിക്കുന്നത് ശക്തിയുടെ അങ്ങേ അറ്റമാണ്, ഇതിനപ്പുറത്തിന് ശക്തിയില്ല. നോക്കൂ നിങ്ങൾ, എന്താണ് അള്ളാഹുവിൻ്റെ ഖുവ്വത്ത്, അള്ളാഹുവിൻ്റെ ശക്തി എന്താണ്? യാ സുബ്ഹാനല്ലാഹ്, അവന് സാധിക്കാത്തതായി യാതൊന്നുമില്ല, അവനെ പരാജയപ്പെടുത്താൻ യാതൊന്നുമില്ല. അള്ളാഹുവിൻ്റെ വിധി, അത് അവൻ വിധിച്ചാൽ അതിനെ തട്ടി നീക്കുവാൻ, അതിനെ തടുക്കാൻ, അതിനെ റദ്ദ് ചെയ്യുവാൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഉയർത്തുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ താഴ്ത്തുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇസ്സത്ത്, പ്രതാപം നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നിന്ദത നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ കൈവിടുന്നു. ഒരുവൻ വിജയിക്കണോ, അള്ളാഹു വിജയിപ്പിച്ചവനല്ലാതെ വിജയിക്കുക സാധ്യമല്ല. അള്ളാഹു ഇസ്സത്ത്, പ്രതാപം നൽകിയവനല്ലാതെ പ്രതാപം ലഭിക്കുകയില്ല. ഇൻ യൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വയഖ്ദുൽകും ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദിഹി വഅലല്ലാഹി ഫലയതവക്കലിൽ മുഅ്മിനൂൻ. നോക്കൂ, അള്ളാഹു പറയുന്നത്, ഇൻ യൻസുർകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ, ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല, ഒരാൾക്കും സാധിക്കുകയില്ല. വയഖ്ദുൽകും, എന്നാൽ അള്ളാഹു നിങ്ങളെ കൈവിട്ടാൽ, ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദിഹി, അള്ളാഹുവിനെ കഴിഞ്ഞ് മറ്റാരുണ്ട് നിങ്ങളെ സഹായിക്കാൻ. വഅലല്ലാഹി ഫലയതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് മുഅ്മിനുകൾ, അള്ളാഹുൽ വിശ്വസിച്ചവർ അള്ളാഹുൽ മാത്രം തവക്കുലാക്കട്ടെ. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തെക്കുറിച്ച് പറയുന്നത്, വലൗ യറല്ലദീന ളലമു إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. ولو يرى الذين ظلموا, അക്രമം ചെയ്തവർ, ദുൽമ ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ, إذ يرون العذاب, അവർ ശിക്ഷ കാണുന്ന രംഗം, അവർ ശിക്ഷ കാണുന്ന രംഗത്ത് അവരുടെ അവസ്ഥ എന്തായിരിക്കും? إذ يرون العذاب أن القوة لله جميعا, അവർ മനസ്സിലാക്കും ശക്തി മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. വഅന്ന അല്ലാഹ ശദീദുൽ അദാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യം അവർ ദുനിയാവിൽ മനസ്സിലാക്കുന്നില്ല, ദുനിയാവിൽ അവർ കണ്ടറിയുന്നില്ല. അള്ളാഹുവിൻ്റെ ശക്തിക്കുള്ള, അവൻ്റെ ഖുവ്വത്തിനുള്ള തെളിവുകൾ കാണാൻ അവരുടെ ഉൾക്കാഴ്ച അത് ബധിരമായിരിക്കുന്നു, അവർ അന്ധരാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശക്തിയുടെ തെളിവുകൾ അവർക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് നോക്കൂ, അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ അള്ളാഹു അല്ലാത്തവർ ആരാധിച്ചത്. റബ്ബിൻ്റെ ശക്തിയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരിൽ അവർ ഹൃദയം അവലംബിച്ചത്. ഒന്നിനും സാധിക്കാത്ത, ആർക്കും ശക്തി നൽകാനോ, ആരെയും ഉയർത്താനോ താഴ്ത്താനോ, ആർക്കെങ്കിലും അധികാരം നൽകാനോ അത് എടുത്തു നീക്കാനോ, ആർക്കെങ്കിലും പ്രതാപം നൽകാനോ, ആരെങ്കിലും നിന്ദ്യരാക്കാനോ ഒന്നിനും സാധിക്കാത്ത, ലാ യംലികൂന മിസ്ഖാല ദർറ, ഒരണുമണി തൂക്കം പോലും തങ്ങളുടെ കയ്യിലല്ല, അവനവൻ്റെ കാര്യം പോലും അവരുടെ കയ്യിലല്ല, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യം അവരുടെ കയ്യിലാവുക? ഇങ്ങനെയുള്ള ആളുകളിൽ ജനങ്ങൾ ഹൃദയം അവലംബിക്കാൻ, ഹൃദയം അവരിൽ കെട്ടിയിടാൻ കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ ശക്തിയുടെ തെളിവുകൾ
അവർ മനസ്സിലാക്കിയിട്ടില്ല. അത് കാണാൻ അവർക്ക് യഥാർത്ഥ കണ്ണില്ലാതെ പോയി. എന്താണ് അള്ളാഹുവിൻ്റെ ഖുവ്വത്തിൻ്റെ തെളിവുകൾ? നിങ്ങൾ നോക്കൂ, റബ്ബിൻ്റെ ഖുവ്വത്തിനുള്ള തെളിവുകൾ നോക്കൂ. അതിൽ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ നബിമാരെ, അതുപോലെ അവരെ പിൻപറ്റിയ അള്ളാഹുവിൻ്റെ ഔലിയായിനെ, അവൻ്റെ സ്നേഹജനങ്ങളെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് എന്നത്, അവൻ സഹായിക്കുന്നുണ്ട് എന്നത്, അവൻ സഹായിക്കുമെന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ശക്തിയുടെ തെളിവാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു അവൻ്റെ നബിമാരെ കുറിച്ച് പറഞ്ഞത് ഫലമ്മ ജാ അമ്രുന. ഒരു ഉദാഹരണം അള്ളാഹു പറയുകയാണ്, ഫലമ്മ ജാ അമ്രുന, നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ, നജ്ജൈന സാലിഹൻ, സാലിഹിനെ നാം രക്ഷപ്പെടുത്തി. സാലിഹ് അലൈഹിസ്സലാമിൻ്റെ കഥ പറയുകയാണ്. വല്ലദീന ആമനു മഅഹ, സാലിഹ് നബിയുടെ കൂടെ വിശ്വസിച്ച മുഅ്മിനുകളെയും, ബിറഹ്മത്തിൻ മിന്ന, നമ്മുടെ റഹ്മത്ത് കൊണ്ട്, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട്, വമിൻ ഖിസ്യി യൗമിഇദ്, ആ കടുത്ത ശിക്ഷയുടെ ദിവസത്തിലെ അപമാനത്തിൽ നിന്നും നാം അവരെ രക്ഷിച്ചു. എന്നിട്ട് അള്ളാഹു പറയുന്നത് നോക്കൂ, ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്, നിന്റെ റബ്ബ് അവനാണ് അൽ ഖവിയുൽ അസീസ്, ഏറ്റവും ശക്തിയുള്ളവൻ, ഏറ്റവും പ്രതാപമുള്ളവൻ. അതുപോലെ അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വലയൻസുറന്നല്ലാഹു മൻ യൻസുറു ഇന്നല്ലാഹ ലഖവിയുൻ അസീസ്, അള്ളാഹു അവനെ സഹായിക്കുന്നവരെ, അഥവാ അവൻ്റെ ദീനിനെ സഹായിക്കുന്നവരെ സഹായിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലഖവിയുൻ അസീസ്, അള്ളാഹു ഖവിയും അസീസുമാണ്, അങ്ങേയറ്റം ശക്തിയുള്ളവനും ഏറ്റവും പ്രതാപമുള്ളവനുമാണ്. കതബല്ലാഹ്, അള്ളാഹു പറയുകയാണ്, കതബല്ലാഹ്, അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ നിർബന്ധമാക്കിയിരിക്കുന്നു, ഒരു സംശയവുമില്ല. ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയുൻ അസീസ്, ഞാനും എൻ്റെ പ്രവാചകന്മാരും എൻ്റെ റസൂലുകളും എൻ്റെ ദൂതന്മാരും വിജയിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ഖവിയുൻ അസീസ്, അള്ളാഹു ഖവിയാണ്, അവൻ അസീസാണ്. നോക്കൂ, അവൻ്റെ ഖുവ്വത്തിനുള്ള, അവൻ്റെ ശക്തിയുടെ തെളിവാണ് നബിമാരുടെ ചരിത്രങ്ങൾ. അള്ളാഹുവിൻ്റെ അമ്പിയായിൻ്റെ ചരിത്രം നോക്കൂ, എവിടെയാണ് അവർ പരാജയപ്പെട്ടത്? ഒരിക്കലുമില്ല. അള്ളാഹു അവരെ അന്തിമ വിജയം റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ട്, അവരെ സഹായിച്ചിട്ടുണ്ട്. അവൻ്റെ ശക്തിക്കുള്ള തെളിവാണ്. അവൻ്റെ ഖുവ്വത്തിനുള്ള മറ്റൊരു തെളിവാണ് അക്രമികളെ അവൻ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നത്, അവരവൻ നശിപ്പിക്കുമെന്നത്. നോക്കൂ, അള്ളാഹു പറയുന്നത്, അവലം യസീറു ഫിൽ അർദ് ഫയൻദുറു കൈഫ കാന ആഖിബതു അല്ലദീന കാനൂ മിൻ ഖബ്ലിഹിം കാനൂ അശദ്ദ മിൻഹും ഖുവ്വ വആഥാറൻ ഫിൽ അർദ് ഫഅഖദഹും അല്ലാഹു ബിദുനൂബിഹിം വമാ കാന ലഹും മിൻ അല്ലാഹി മിൻ വാഖ്. അള്ളാഹു പറയുകയാണ്, അവലം യസീറു ഫിൽ അർദ്, ഭൂമിയിലൂടെ അവർ സഞ്ചരിച്ചു നോക്കുന്നില്ലേ? ഫയൻദുറു, എന്നിട്ട് അവർ കാണുന്നില്ലേ? അവർ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? കൈഫ കാന ആഖിബതു അല്ലദീന കാനൂ മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു, അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു, അവരുടെ സ്ഥിതി എന്താണ്? കാനൂ അശദ്ദ മിൻഹും ഖുവ്വ, ഈ ആളുകളെക്കാൾ കടുത്ത ശക്തിയുള്ളവരായിരുന്നു അവർ. വആസാറൻ ഫിൽ അർദ്, ഭൂമിയിൽ അടയാളങ്ങൾ ബാക്കി വെച്ച, ഭൂമിയിൽ സ്വാധീനമുള്ളവരായിരുന്നു അവർ. ഫഅഖദഹും അല്ലാഹു ബിദുനൂബിഹിം, അവരുടെ തിന്മകളുടെ പേരിൽ അള്ളാഹു അവരെ പിടിച്ചു ശിക്ഷിച്ചു. വമാ കാന ലഹും മിൻ അല്ലാഹി മിൻ വാഖ്, അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടായില്ല. ذلك بأنهم كانت تأتيهم رسلهم بالبينات, എന്താണ് കാരണം? അവരുടെ റസൂലുകൾ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അരികിലേക്ക് വന്നപ്പോൾ അവരെന്താണ് ചെയ്തത്? ഫകഫറു, അവർ നിഷേധിച്ചു, അവർ ധിക്കാരം കാണിച്ചു. ഫഅഖദഹുമുല്ലാഹ്, അള്ളാഹു അവരെ പിടിച്ചു, അള്ളാഹു അവരെ ശിക്ഷിച്ചു. ഇന്നഹു ഖവിയ്യുൻ, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞു നോക്കൂ നിങ്ങൾ, അവൻ അങ്ങേറ്റം ശക്തിയുള്ളവനാണ്. ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. നോക്കൂ, അക്രമികൾ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് എന്നത്, അവരവൻ വെറുതെ വിട്ടിട്ടില്ല എന്നത് അള്ളാഹുവിൻ്റെ ഖുവ്വത്തിനുള്ള തെളിവുകളിൽ ഒന്നാണ്. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ശക്തിക്കുള്ള തെളിവാണ് ആകാശങ്ങളും ഭൂമിയും അള്ളാഹു പിടിച്ചു നിർത്തുന്നു എന്നത്, അവയെ അള്ളാഹു സംരക്ഷിക്കുന്നു എന്നത്. ഇന്നല്ലാഹ യുംസികു സ്സമാവാതി വൽ അർദ അൻ തസൂല, അള്ളാഹു പറയുകയാണ്, അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും പിടിച്ചു വെക്കുന്നു. അൻ തസൂല, അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അത് നീങ്ങിപ്പോകാതെ. ആരാണ് അതിനെ സംരക്ഷിക്കുന്നത്, പിടിച്ചു നിർത്തുന്നത്? അള്ളാഹുവാണ്. ആയത്തുൽ കുർസിയിൽ അവസാനം അള്ളാഹു പറഞ്ഞതുപോലെ, വലാ യഊദുഹു ഹിഫ്ദുഹുമാ, അവയെ സംരക്ഷിക്കുക, ആകാശങ്ങളെ ഭൂമിയെ സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിന് പ്രയാസമേ അല്ല. വഹുവൽ അലിയുൽ അദീം, അവനാണ് ഏറ്റവും മുകളിലുള്ളവൻ, അവനാണ് ഏറ്റവും മഹത്വമുള്ളവൻ. ആകാശങ്ങളെയും ഭൂമിയെയും അതിലുള്ളതിനെയും അള്ളാഹു സംരക്ഷിക്കുന്നു. ഇത് അവൻ്റെ ശക്തിക്കുള്ള തെളിവാണ്.
മറ്റൊരു തെളിവാണ് പടപ്പുകളുടെ മുഴുവൻ റിസ്ഖ് അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്നത്. അള്ളാഹു ലത്തീഫും ബിഇബാദിഹ്, അള്ളാഹു അവൻ്റെ അടിമകളോട് ലത്തീഫാണ്, അവരോട് സൗമ്യതയുള്ളവനാണ്. യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു റിസ്ഖ് നൽകുന്നു, ഉപജീവനം നൽകുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞു നോക്കൂ നിങ്ങൾ, വഹുവൽ ഖവിയ്യുൽ അസീസ്. അള്ളാഹു ഖവിയ്യും അസീസുമാണ്, അവൻ ഏറ്റവും ശക്തിയുള്ളവനും അങ്ങേയറ്റം പ്രതാപമുള്ളവനുമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണം. ഒരാൾ വലിയ പണക്കാരനായിരുന്നു, മനോഹരമായ രണ്ട് തോട്ടങ്ങൾ അള്ളാഹു അവന് നൽകി, അതിമനോഹരമായ തോട്ടങ്ങൾ. അതിൻ്റെ നടുവിലൂടെ നദി ഒഴുകുന്നുണ്ട്, ഇങ്ങനെ സുന്ദരമായ തോട്ടങ്ങൾ. അവൻ അതിൽ അഹങ്കരിച്ചു, അവൻ പരലോകത്തെ നിഷേധിച്ചു. അവൻ്റെ കൂട്ടുകാരൻ അവനോട് പറയുകയാണ്, വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിനക്ക് നിന്റെ തോട്ടത്തിൽ കയറിയപ്പോൾ പറഞ്ഞുകൂടായിരുന്നു മാ ശാ അല്ലാഹ്, സ്വന്തം കാര്യത്തിൽ വല്ല നല്ല കാര്യങ്ങളും കണ്ടാൽ ഒരാൾ പറയണം മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയുമില്ല. ഈ റിസ്ഖ് ആര് തന്നതാണ്? അള്ളാഹു തന്നതാണ്. അപ്പം അവൻ്റെ ഖുവത്തിനുള്ള തെളിവാണ് അള്ളാഹു പടപ്പുകൾക്ക് മുഴുവൻ റിസ്ഖ് നൽകുന്നു എന്നത്. അതുപോലെ നോക്കൂ, അവൻ്റെ ഖുവത്തിന്, അവൻ്റെ ശക്തിക്കുള്ള തെളിവാണ് റബ്ബിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരിടവുമില്ല. അവനിൽ നിന്ന് അഭയം തരാൻ ഒരു അഭയകേന്ദ്രവുമില്ല അവനിലല്ലാതെ. അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെട്ട് നീ എങ്ങോട്ടോടും? റബ്ബിലേക്ക് മാത്രം. അള്ളാഹുവിൽ നിന്ന് നിനക്ക് അഭയം തരാൻ, അവൻ്റെ ശിക്ഷയിൽ നിന്ന് നിനക്കാക്കാൻ ആരുണ്ട്? റബ്ബ് മാത്രം. അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നത്? ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്. അള്ളാഹുവേ ലാ മൽജ, ഒരു അഭയകേന്ദ്രവുമില്ല, വല മൻജ, ഒരു രക്ഷാസങ്കേതവുമില്ല, മിൻക, നിന്നിൽ നിന്ന്, ഇല്ലാ ഇലൈക്, നിന്നിലേക്കല്ല. സുജൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്ന ദുആണ് اللهم إني أعوذ برضاك من سخطك وبمعافاتك من عقوبتك وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك. عائشة رضي الله عنها പറയുകയാണ്, ഞാൻ ഒരു ദിവസം രാത്രി കൈ കൊണ്ട് തപ്പി നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നില്ല, ഇരുട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നില്ല. ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ പരത്തി നോക്കിയപ്പോൾ മസ്ജിദിൽ നിസ്കരിക്കുന്ന, വീട്ടിൻ്റെ തൊട്ടടുത്താണല്ലോ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ എൻ്റെ കൈ പതിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായിരുന്നു. അവിടുന്ന് ദുആ ചെയ്യുകയാണ്, اللهم إني أعوذ برضاك من سخطك وبمعافاتك من عقوبتك وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك. اللهم إني أعوذ برضاك من سخطك. റബ്ബേ, നിന്റെ പൊരുത്തം മുഖേന, നിന്റെ റിദ, നിന്റെ തൃപ്തി മുഖേന, ആ സിഫത്ത് മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു. മിൻ സഖത്തിക്ക്, നിന്റെ കോപത്തിൽ നിന്ന്. വബിമുആഫാതിക, നിന്റെ മാപ്പ്, അത് മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു. മിൻ ഉഖൂബതിക, നിന്റെ ശിക്ഷയിൽ നിന്ന്. വഅഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. മിൻക, നിന്നിൽ നിന്ന്. ലാ ഉഹ്സി തനാഅൻ അലൈക, നിന്നെ കുറിച്ചുള്ള പ്രശംസാ വാക്കുകൾ അത് ക്ലിപ്തപ്പെടുത്താൻ, അത് എണ്ണിക്കണക്കാക്കാൻ എനിക്ക് സാധ്യമല്ല. അൻത കമാ അസ്നൈത അലാ നഫ്സിക, അല്ലാഹുവേ നീ നിന്നെ എങ്ങനെ പുകഴ്ത്തിയോ അങ്ങനെയാണ് നീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്, അതിൽ നബി തേടുകയാണ്, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു, നിന്നിൽ നിന്ന്. അല്ലാഹുവിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരു സ്ഥലവുമില്ല അല്ലാഹുവിലേക്കല്ലാതെ. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലൂ. ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ, ഞാൻ അവനിൽ നിന്ന് നിങ്ങൾക്കുള്ള വ്യക്തമായ താക്കീതുകാരനാണ്. മുസ്ലിമീങ്ങളായ ജിന്നുകൾ പറഞ്ഞതായി ഖുർആനിൽ സൂറത്തുൽ ജിന്നിൽ നമുക്ക് കാണാം, വഅന്നാ ظننا അല്ലൻ നുഅ്ജിസ അല്ലാഹ ഫിൽ അർദി വലൻ നുഅ്ജിസഹു ഹറബ. അല്ലാഹുവിന്റെ ശക്തിക്കുള്ള തെളിവാണ്. ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലൻ നുഅ്ജിസ അല്ലാഹ ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹുവിനെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹുവിനെ പരാജയപ്പെടുത്താൻ, അവൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ, വലൻ നുഅ്ജിസഹു ഹറബ, എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. മനുഷ്യരെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനും പറക്കാനൊക്കെ കഴിയുന്ന
ജീവികളാണ് ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകും? ഏതാകാശമാണ് നിനക്ക് തണൽ വിരിക്കുക? ഏത് ഭൂമിയാണ് നിന്റെ ഭാരം താങ്ങുക? ഒരിടവുമില്ല. അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരു സ്ഥലവുമില്ല. അള്ളാഹുവിൻ്റെ ഭൂമി, അവൻ്റെ ആകാശം, അവൻ്റെ പരലോകത്തേക്കാണ് പോകാനുള്ളത്. അവനാണ് ജീവിപ്പിക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്. യാ സുബ്ഹാനല്ലാഹ്, റബ്ബിൻ്റെ ഖുവ്വത്തിന്, അവൻ്റെ ശക്തിക്കുള്ള തെളിവാണിത്. ഇതെല്ലാം റബ്ബിൻ്റെ ഖുവ്വത്തിനുള്ള തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി സഹോദരങ്ങളെ, റബ്ബിൻ്റെ ഈ പേരുകൾ അൽ ഖവി, അൽ മതീൻ, ഏറ്റവും ശക്തിയുള്ളവൻ, അങ്ങേറ്റത്തെ ബലമുള്ളവൻ എന്നീ റബ്ബിൻ്റെ പേരുകൾ പഠിച്ചാൽ, ഏത് റബ്ബിൻ്റെ ഇസ്മുണ്ടോ സിഫത്തുണ്ടോ അത് മനസ്സിലാക്കിയാൽ മുഅ്മിനിൻ്റെ ഹൃദയത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന മാറ്റമുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അതിനനുസരിച്ചുണ്ടാകേണ്ട മാറ്റമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ഇന്ന ലില്ലാഹി, അള്ളാഹുവിന് 100 പേരുകളുണ്ട്. അള്ളാഹുവിന് 99 പേരുകളുണ്ട്, 100ൽ 1 കുറവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന് 99 പേരുകളുണ്ട്, 100ൽ 1 കുറവ്. എന്ന് പറഞ്ഞാൽ ആ പേരുകളെ റബ്ബിനുള്ളൂ എന്നല്ല, മറിച്ച് ഈ പ്രത്യേകതയുള്ള 99 പേരുകൾ റബ്ബിനുണ്ട്. എന്താണ് ആ പ്രത്യേകത? മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അതൊരുവൻ ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിലാണ്. എന്താണ് ഇഹ്സാ എന്ന് പറഞ്ഞാൽ? അത് എണ്ണി കണക്കാക്കുക, അത് പഠിക്കുക, മനസ്സിലാക്കുക. കാരണം അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരാനുണ്ട്. അല്ല, അതുപോലെ റബ്ബിനെ കുറിച്ച് പഠിച്ചതുപോലെ, അത് പഠിച്ചാലുണ്ടാകുന്ന മാറ്റം പോലെ മറ്റൊന്നും പഠിച്ചാലും നിനക്ക് മാറ്റം വരാനില്ല. ഒന്നും ഇതിനേക്കാൾ മഹത്തരമായ വേറൊരു വിജ്ഞാനമില്ല. കാരണം ഇത് റബ്ബിനെ കുറിച്ചുള്ള അറിവാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, റബ്ബിൻ്റെ പേരുകളിലൂടെ ഒരുവൻ അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിച്ചാൽ സഅദത്ത്, ഏറ്റവും വലിയ സൗഭാഗ്യം അവനിലേക്ക് വരികയാണ്. വഹുവ മുസ്തൽഖിൻ അലാ ഫിറാശിഹ്, അവനവൻ്റെ വിരിപ്പിൽ കിടക്കവേ, എന്ന് പറഞ്ഞാൽ ഒരു താബുമില്ലാതെ, ഒരു പണിയുമില്ലാതെ, ഒരു അധ്വാനവുമില്ലാതെ നീ നിന്റെ റബ്ബിൻ്റെ അസ്മാ സിഫാത്തിനെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്താൽ സൗഭാഗ്യം അതാ, സഅദത്ത് അതാ, നീ കിടക്കുന്നിടത്ത്, നീ ഇരിക്കുന്നിടത്ത് വരികയാണ്. കാരണം ഇതുപോലെ ഷറഫുള്ള, ഇതുപോലെ ശ്രേഷ്ഠമായ, ഇതുപോലെ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന വേറൊരു വിജ്ഞാനമില്ല. അല്ലമനില്ലാഹു ഇയ്യാക്കും വഫഖനില്ലാഹു ഇയ്യാക്കും. നോക്കൂ സഹോദരങ്ങളെ, റബ്ബിൻ്റെ ഖുവ്വത്തിനെ കുറിച്ച് പഠിച്ചാൽ, അതിനെക്കുറിച്ച് നീ മനസ്സിലാക്കിയാൽ നിനക്കുണ്ടാകേണ്ട മാറ്റമാണ് ഒന്ന്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനമാണ് ഒന്ന്, അവനവൻ്റെ ശക്തിയിൽ, അവനവൻ്റെ സാമർഥ്യത്തിലോ ബലത്തിലോ ഒരുവന് പിന്നെ അവലംബിക്കാൻ കഴിയില്ല. അത് പാടില്ലാത്തതാണ്. സ്വന്തം ശക്തിയിൽ അവനവൻ്റെ കാര്യത്തിൽ ഊറ്റം കൊള്ളുക. ചില ആളുകൾ പറയുന്നത് പോലെ ആത്മവിശ്വാസം അല്ല, നിന്റെ റബ്ബിലാണ് നിനക്ക് ഉറപ്പ്, നിന്നിൽ നിനക്ക് യാതൊരു ഉറപ്പും വേണ്ട. അള്ളാഹു നമ്മെ കൈവിട്ടാൽ ഒരു നിമിഷം, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നമ്മുടെ കാര്യം നമുക്ക് നോക്കാൻ സാധ്യമല്ല, അള്ളാഹു നോക്കിയാലല്ലാതെ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ശ്രേഷ്ഠമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദിക്റെന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. യാ സുബ്ഹാനല്ലാഹ്, ആ ദിക്റിൻ്റെ പ്രത്യേകത എന്താണ്? അത് സ്വർഗത്തിലെ നിധികളിലൊരു നിധിയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇബ്രാഹിം അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിക്ക് അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസ അശ്അരി എന്ന മഹാനായ സഹാബിയെ അദ്ദേഹത്തെ വിളിച്ചു പറയുകയാണ്, യാ അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ്. അബൂ മൂസ അശ്അരിയുടെ പേര് അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് എന്നാണ്. അബൂ മൂസ എന്നത് കുനിയത്താണ്, അശ്അരി എന്നത് കുടുംബ പേരാണ്. യമനിൽ നിന്ന് വന്ന മഹാനായ സഹാബിയാണ് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. അവർ യമൻകാരായിരുന്നു. അവർ മദീനയിലേക്ക് ഹിജറ പുറപ്പെട്ടു കപ്പലിൽ. പക്ഷെ കപ്പൽ വഴിമാറി എവിടെ എത്തി? കപ്പൽ വഴിമാറി അബ്സീനയിലെത്തി. അബ്സീനയിൽ അവിടെ മുസ്ലിമീങ്ങൾ ഹിജറ ചെന്ന നജാഷിയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബിമാർ, ജഅഫർ ഇബ്നു അബീ താലിബിനെ പോലെയുള്ള സഹാബിമാർ അവിടെ ഉണ്ട്. അവരുടെ കൂടെ ഇവരവിടെ താമസിച്ചു. അവിടെ ചെന്നപ്പോൾ അവർ മുസ്ലിമീങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയാണ് ഇവർ യമനിൽ നിന്ന് വന്ന ആളുകൾ മദീനയിലേക്ക് വരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ശ്രേഷ്ഠയായ ഒരു വനിതാ സഹാബിയോട് പറഞ്ഞിട്ടുണ്ട്, എന്ത്, നിങ്ങളാ കപ്പലിലെ ആളുകളാണല്ലോ,
ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജറ വന്നവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാനിത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്കിവിടെ പഠിപ്പിച്ചു തരാൻ, കാര്യങ്ങൾ നോക്കാൻ അള്ളാഹുവിൻ്റെ റസൂലുണ്ടായിരുന്നു. ഞങ്ങൾ ഏതോ ഒരു ദേശത്ത് ആരോരുമില്ലാതെ അങ്ങനെ ഇസ്ലാം മുറുകെ പിടിച്ച് കഴിഞ്ഞവരാണ്. അങ്ങനെ ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയി ഈ കാര്യം പറഞ്ഞു കൊടുത്തു. ഉമർ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 ഹിജറയുടെ പ്രതിഫലമുണ്ട്, നിങ്ങൾക്ക് 2 ഹിജറയുടെ പ്രതിഫലമുണ്ട്. അങ്ങനെയുള്ള സഹാബിമാരിൽ ഒരാളാണ് അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നീ എന്ത് പറയുക, നീ എന്ത് ചൊല്ലുക, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുക. ഫഇന്നഹാ മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധികളിൽ ഒരു നിധിയാണ്. അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി, അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഖലീൽ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ച കാര്യങ്ങളിലൊന്ന്, വഅമറനി, എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, അൻ ഉക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക് വർദ്ധിപ്പിക്കാൻ, ധാരാളമായി ചൊല്ലാൻ എന്നോട് എൻ്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു. ധാരാളം ചൊല്ലേണ്ട ദിക്റാണ് എന്ത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എണ്ണമില്ലാതെ എത്രയും ചൊല്ലാം, അത് വർദ്ധിപ്പിക്കുക. അള്ളാഹുവിൻ്റെ തൗഫീഖാണ് അത് നിനക്ക് ചൊല്ലാൻ സാധിക്കുക എന്നത്. എത്ര ചൊല്ലണമെന്ന് വിചാരിച്ചാലും വർദ്ധിപ്പിക്കണമെന്ന് വിചാരിച്ചാലും അത് നാവിൽ കൊണ്ടുവന്ന് തരിക എന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അതിൻ്റെ കൂടെ 4 വാക്കുകൾ കൂടെ പറയാൻ സാധിച്ചാൽ അത് ഖൈറിൻ്റെ മുകളിൽ ഖൈറാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇതിൻ്റെ കൂടെ പറയുക എന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി അബൂദറിനോട് കൽപ്പിക്കുകയാണ്, നീ ഇത് ധാരാളമായി പറയുക. ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്തൽ അർശ്, അല്ലാഹുവിൻ്റെ അർശിന് കീഴിലുള്ള നിധികളിൽപ്പെട്ടതാണത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അതാ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മത്തിന്, നിസ്കാരത്തിന് വിളിക്കുന്ന ബാങ്കൊലി കേട്ടാൽ അതിൽ ബാക്കിയുള്ളതൊക്കെ ദിക്റുകളാണ്. എന്നാൽ അതിലെ നിദാവുണ്ട്, വിളിയുണ്ട്, ഹയ്യ അലസ് സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നിസ്കരിക്കാൻ വരൂ, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. ആ വിളിയിൽ ബാക്കിയുള്ളിടത്തൊക്കെ അത് നമ്മൾ ആവർത്തിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറയും, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ഇവിടെ ആവർത്തിക്കുകയല്ല, ഞാൻ ഇതാ വരുന്നു എന്നല്ല, പിന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരു കഴിവും ശക്തിയുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. ഹൗൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മോശമായ സംഗതി തടുക്കുക, അത് നീക്കിക്കളയുക. ഖുവത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നന്മ കൊണ്ടുവരിക. ഒരു തിന്മ നീക്കാനുള്ള ശക്തിയോ കഴിവോ ഒരു നന്മ കൊണ്ടുവരാനുള്ള ശക്തിയോ എനിക്കില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അവൻ നൽകിയാലല്ലാതെ. റബ്ബിൽ ഒരുവൻ അർപ്പിക്കുകയാണ് അവനെ, തൻ്റെ ശക്തിയിൽ തൻ്റെ കഴിവിൽ ഒരുവൻ അവലംബിക്കുക എന്നത് തെറ്റാണ്. അങ്ങനെ ഒരുവനെ അവലംബിച്ചാൽ അള്ളാഹു അവനെ അവൻ്റെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ച് കളയും, അള്ളാഹു അവനെ കൈവിട്ട് കളയും. ഒരിക്കലും നീ നിൻ്റെ കഴിവിലോ ശക്തിയിലോ പണത്തിലോ സാമർഥ്യത്തിലോ നിൻ്റെ സ്വാധീനത്തിലോ വഞ്ചിതനായി പോകരുത്. ഞാൻ കഴിവുള്ളവനാണ് എന്ന് വിചാരിക്കരുത്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നും സാധിക്കുകയില്ല. നിന്റെ കഴിവിൽ നീ വഞ്ചിതനായി പോകരുത്. നോക്കൂ നിങ്ങൾ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മനോഹരമായ ഒരു അഥർ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതായി നമുക്ക് പറഞ്ഞു തരികയാണ്. ശ്രദ്ധിക്കുക ഈ വാക്ക്, മൻ സറഹു അൻ യകൂന അഖ്വ الناس فليتوكل على الله ومن سره أن يكون أغنى الناس وليكن بما في يد الله أوثق منه بما في يده. മൻ സറഹു, ആർക്കാണോ ആഗ്രഹമുള്ളത്, അൻ യകൂന അഖ്വ الناس, ജനങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളവനാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ, ഏറ്റവും ശക്തിയുള്ളവനാകണോ, ഫല്യതവക്കൽ അലല്ലാഹ്, എങ്കിൽ അവൻ അള്ളാഹുൽ തവക്കുലാക്കട്ടെ, അള്ളാഹുൽ ഭരമേൽപ്പിക്കട്ടെ. സഹോദരങ്ങൾ, അള്ളാഹുൽ ഭരമേൽപ്പിക്കുക എന്ന് പറയാൻ എളുപ്പമാണ്, അത് നിസാരമായ കാര്യമല്ല. നീ നിന്റെ കർമ്മങ്ങൾ അത് പ്രവർത്തിക്കുക, അത് ചെയ്യുക, നിനക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യും. ഹൃദയം അള്ളാഹുൽ അവലംബിക്കുക. ഹൃദയം നീ ചെയ്ത കാരണങ്ങളിൽ അതിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക, ഹൃദയം കൊണ്ട്. അതാണ് തവക്കുൽ. പറയാൻ എളുപ്പമാണ്, എന്നാൽ അത് അള്ളാഹുൽ അർപ്പിക്കുക എന്നത് നിസാരമായ കാര്യമല്ല.
എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം മുൻഗാമികൾ ഉദ്ധരിക്കുകയാണ്, വമൻ സർറഹു അൻ യകൂന അഗ്ന അന്നാസ്, ജനങ്ങളിൽ ഏറ്റവും സമ്പത്തുള്ളവനാകണോ, ഏറ്റവും ഐശ്വര്യമുള്ളവനാണോ ആവണോ നിനക്ക് എങ്കിൽ വലിയകുൻ ബിമാ ഫി യദില്ലാഹി ഔസഖ മിൻഹു ബിമാ ഫി യദിഹി, നിന്റെ കയ്യിലുള്ളതിനേക്കാൾ നീ ഉറപ്പിക്കുക അള്ളാഹുവിൻ്റെ കയ്യിലുള്ളതിന്. നിനക്ക് ഉറപ്പ് വേണ്ടത്, നീ അവലംബിക്കേണ്ടത് നിന്റെ കയ്യിലുള്ളതിനെയല്ല, മറിച്ച് റബ്ബിൻ്റെ പക്കലുള്ളതിനെയാണ്. അള്ളാഹുവിൻ്റെ പക്കലാണ് എല്ലാം. വല്ലാഹി ഖസായിനു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവുകൾ റബ്ബിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ നീ അവലംബിച്ചാൽ, അവൻ്റെ കയ്യിലുള്ളതിൽ നീ അവലംബിച്ചാൽ, നീ ജനങ്ങളിൽ ഏറ്റവും ഘിന, ഐശ്വര്യവും സമ്പത്തുമുള്ളവനായി തീരും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനാണ് അവലംബിച്ചിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ പക്കലുള്ളതിലാണ് അവലംബിച്ചത്. അതുകൊണ്ട് ജനങ്ങളുടെ പക്കലുള്ളതിലേക്ക് ഒരിക്കലും ഹൃദയം പോവുകയില്ല, എങ്കിൽ ഏറ്റവും ഐശ്വര്യമുള്ളവൻ അവനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർദ് വലാകിന്നൽ ഗിന ഗിന നഫ്സ്, കുറേ വിഭവങ്ങൾ കയ്യിലുണ്ടാവുക എന്നതല്ല സമ്പന്നത, ഐശ്വര്യം, മറിച്ച് മനസ്സിൻ്റെ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, എത്രയോ പണക്കാരുണ്ട്, അവൻ്റെ ഖൽബ് അങ്ങനത്തെ ഫഖീറായിരിക്കും, ഹൃദയം ഫഖീറാണ്. അതേസമയം എത്രയോ സാധുക്കളുണ്ട്, അവരുടെ ഹൃദയങ്ങൾ സമ്പന്നമാണ്, അള്ളാഹുവിൽ അവലംബിച്ച ഹിന അവരിലുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ അവർക്ക് ആവശ്യമുണ്ടാവുകയില്ല. അള്ളാഹുവിനെ കൊണ്ടുള്ള ഹിന നേടുക, അത് സഹോദരങ്ങളെ പറയാൻ എളുപ്പമാണ്. ഈ സംസാരിക്കുന്ന ആൾ അതിൻ്റെ സുഗന്ധം അറിയാത്ത ആളാണ്. വൈലല്ലാഹിൽ മുസ്തക, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യേണ്ടത്. ഇത് പറയാൻ എളുപ്പമാണ്, എന്നാൽ അത് അനുഭവിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല. നോക്കൂ, ഇതാണ് ഒന്നാമത്തെ പാഠം. അള്ളാഹു ഖവിയാണെന്ന് മനസ്സിലാക്കിയാൽ നീ നിന്റെ ശക്തിയിൽ ഒരിക്കലും അവലംബിക്കരുത്, നിന്റെ കഴിവിൽ അവലംബിക്കരുത്, അള്ളാഹുൽ അവലംബിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ശക്തിയും സാമർഥ്യവും ഒന്നും അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതിൽ ഉപയോഗിക്കാതിരിക്കുക. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതിൽ ഉപയോഗിക്കാതിരിക്കുക. നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക, അള്ളാഹു നിന്നെക്കാൾ ഏറ്റവും ശക്തിയുള്ളവനാണ്. ആദ് സമുദായത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവർ മനസ്സിലാക്കിയില്ല അവരെ പടച്ച റബ്ബിന് അവരെക്കാൾ ശക്തി ഉണ്ട് എന്ന്. വലിയ ശരീരബലവും പൊക്കവും അതുപോലെ ശക്തിയുമൊക്കെ ഉള്ളവരായിരുന്നു, അവരതിൽ അഹങ്കരിച്ചു. അവർ ചോദിച്ചു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തിയുള്ളവർ ആരുണ്ട്? അങ്ങനെയുള്ള വാക്ക് സഹോദരങ്ങൾ നമുക്ക് പറഞ്ഞുകൂടാത്തതാണ്. മനസ്സിലായില്ലേ? ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ എന്താണ് പറഞ്ഞത്? ഇന്ന് ആളുകളുടെ എണ്ണക്കുറവ് കൊണ്ട് ഞങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം മുശ്രിക്കുകളുടെ എണ്ണത്തെക്കാൾ കൂടുതലായിരുന്നു. പക്ഷേ എന്താണ് ഉണ്ടായത്? ആളുകൾ പിന്തിരിഞ്ഞോടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കുറച്ച് ആളുകൾ മാത്രം യുദ്ധമുഖത്തുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനെ ഇറക്കി അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് മുസ്ലിമീങ്ങളെ വിജയിപ്പിച്ചു. അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല എന്നാണ്. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെതാണ് സഹായം, അവനാണ് സഹായിക്കേണ്ടത്. അതുകൊണ്ട് ഒരാളും അവനവൻ്റെ ശക്തിയിൽ അവനവൻ്റെ ബലത്തിൽ വിചാരിച്ചു പോകരുത്. അത് വിചാരിച്ചു പോകരുത്. അള്ളാഹുവിനാണ് ഏറ്റവും ശക്തി ഉള്ളത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബൈനമാ റജുലുൻ യതബഖ്തർ യംശി ഫി ബുർദൈഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പണ്ടുകാലത്ത് ഒരാൾ നടക്കുകയാണ്, അഹങ്കാരത്തോടെ അവൻ നടക്കുകയാണ്. അവൻ 2 മുന്തിയ ഇനം വസ്ത്രങ്ങൾ അവൻ്റെ ശരീരത്തിൽ ധരിച്ചിട്ടുണ്ട്. ഖദ് അഅജബത്ഹു നഫ്സു, സ്വന്തത്തെക്കുറിച്ച് അവൻ ഉജുബ് തോന്നുകയാണ്, ഞാനെന്തോ കേമനാണ് എന്നവൻ തോന്നുകയാണ്. ചില റിവായത്തുകൾ കാണാം, അവൻ്റെ മുടിയും അവൻ്റെ വസ്ത്രവും ഒക്കെ നോക്കി അവന് സ്വയം ഞാൻ എന്തോ ആണെന്ന് തോന്നുകയാണ്. ചില റിവായത്തുകൾ കാണാം, അവൻ നിര്യാണിക്കത്തായ അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചഴിച്ചിട്ടുണ്ടായിരുന്നു. കിബറോടെ നടക്കുമ്പോൾ എന്ത് ചെയ്തു? ഫഖസഫ അല്ലാഹു ബിഹിൽ അർദ്, അല്ലാഹു ഭൂമിയിൽ അവൻ ആഴ്ത്തി കളഞ്ഞു. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഹുവ യതജൽജലു ഫീഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവൻ ഭൂമിയിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, താഴേക്ക് മുകളിലേക്ക് താൻ എന്തോ മുകളിലാണെന്ന് നടിച്ചവനെ അള്ളാഹു ആഴ്ത്തി കളഞ്ഞു ഭൂമിയിൽ. താഴേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും അവസാനിച്ചിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ അവൻ പോയിക്കൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഖാറൂനെ അള്ളാഹു ആഴ്ത്തി കളഞ്ഞില്ലേ? അല്ലേ? ഖാറൂൻ ആരാണ്? അവൻ്റെ താക്കോലുകൾ വഹിക്കാൻ വലിയ ശേഷിയുള്ള ആളുകൾ വേണമായിരുന്നു. അവനവൻ്റെ എല്ലാ അലങ്കാരങ്ങളുമായി താഴേക്കിറങ്ങി.
അവൻ പുറത്തേക്ക് ഇറങ്ങി. ഇതെൻ്റെ ഇൽമു കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിന് അർഹനാണെന്നതുകൊണ്ട് റബ്ബ് എനിക്ക് തന്നതാണ്. അള്ളാഹു ഭൂമിയിൽ അങ്ങ് ആഴ്ത്തി കളഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മളാരും നമ്മുടെ ശക്തിയിലോ നമ്മുടെ സാമർഥ്യത്തിലോ നമ്മൾ അമിതമായി അതിൽ നമ്മൾ വഞ്ചിതരായി പോകരുത്. എത്ര മനുഷ്യരാണ് നല്ല ആരോഗ്യത്തിൽ, എന്നെക്കാളും ആരോഗ്യമുള്ള ആരുമില്ല, എന്നെക്കാളും ഉന്മേഷമുള്ള ഒരാളുമില്ല എന്ന് വിചാരിച്ച് നടന്നു പോകവേ ഒരപകടത്തിൽപ്പെട്ടു. പിന്നെ അവന് തളർന്ന് കിടക്കുകയാണ്, അവന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല, ഒന്നിനും സാധിക്കുന്നില്ല. യാ സുബ്ഹാനല്ലാഹ്, അതിനേക്കാൾ അപ്പുറത്താണ് നേരത്തെ പറഞ്ഞതുപോലുള്ള ശിക്ഷകൾ, അള്ളാഹു നൽകുന്ന ശിക്ഷകൾ. ഇങ്ങനെ ആയി തീരാൻ റബ്ബ് ഉദ്ദേശിച്ചാൽ അവൻ നിനക്ക് നൽകിയ അനുഗ്രഹം അത് പിടിച്ചെടുക്കാൻ അള്ളാഹുവിനൊരു പ്രയാസവുമില്ല. ആരോഗ്യവും ശക്തിയുമെല്ലാം അത് നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കി കളയാൻ റബ്ബിന് സാധിക്കും. ചെറുപ്പക്കാരാണെങ്കിലും എത്ര ശക്തിയും ആരോഗ്യവും ഉള്ളവരാണെങ്കിലും ആരാകട്ടെ, കുട്ടികളോ യുവാക്കളോ വൃദ്ധരോ ആരാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് സാധിക്കുന്നവനാണ്. നസ്അലുല്ലാഹൽ ആഫിയ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുവത്ത്, റബ്ബ് നമുക്ക് നൽകിയ ശക്തി, റബ്ബ് നമുക്ക് നൽകിയ കഴിവ്, അത് അള്ളാഹുവിൻ്റെ താഅത്തിൽ ഉപയോഗിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന കാര്യത്തിൽ ഉപയോഗിക്കുക. ഈ പാഠങ്ങൾ, റബ്ബിൻ്റെ ഈ പേരുകൾ പഠിക്കുമ്പോൾ നാം ശരിക്കും മനസ്സിലാക്കുക. അള്ളാഹുവിൽ അല്ലാതെ അവനവൻ്റെ ശക്തിയിൽ അവലംബിക്കാതിരിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്നതിലല്ലാതെ നിൻ്റെ ശക്തിയും ആരോഗ്യവും നീ ഉപയോഗിക്കാതിരിക്കുക. നീ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സാലിഹായ അമലുകളിൽ, സൽക്കർമ്മങ്ങളിൽ ഉപയോഗിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.